നമസ്കാരം, രാമേശ്വരത്താണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ചെന്നൈയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:50 ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്ന ബോട്ട് മെയിൽ എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. രാമേശ്വരത്ത് നിലവിലിപ്പോൾ നവീകരണമാണ്. സ്റ്റേഷന്റെ പുതിയ ഭാഗങ്ങളാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത്. ഇവിടെ തന്നെ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂമുണ്ട്. ഇവിടെ ഉപ്പുവെള്ളമാണ് കിട്ടുക. കാരണം ഞങ്ങൾ ഇത്രയും നേരം റെയിൽവേ സ്റ്റേഷനിൽ പെയ്ഡ് AC വെയിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു. 1 മണിക്കൂർ നേരത്തേക്ക് 20 രൂപയാണ് ആയത്. അതിൻ്റെ വാഷ്റൂമിലൊക്കെ പോയ സമയത്ത് നല്ല ഉപ്പുവെള്ളമാണ്. അപ്പം ഈ ഭാഗത്ത് ഏറെക്കുറെ അങ്ങനെ തന്നെ ആകാം. ഇതുവഴിയാണ് സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ്. ഇവിടേക്കിതാ സ്റ്റേഷൻ്റെ ഓരോരോ നിർമ്മാണങ്ങളൊക്കെ നമുക്ക് കാണാനായി സാധിക്കും. ഇത് വലിയൊരു സ്റ്റേഷനായിട്ട് തന്നെയാണ് ഇത് മാറുന്നത്. ഇതുവഴി കയറി നേരെ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തേക്ക് പോവാം. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിൻ പുറപ്പെടുക. ഇവിടെയൊക്കെ നിറച്ചും പൊടിയാണ്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഒരു എൻഡ് സ്റ്റേഷനാണ്. സ്റ്റേഷൻ ഇവിടെ അവസാനിച്ച് അവിടെ രാമേശ്വരം എന്നുള്ള ഒരു ബോർഡൊക്കെ. നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഈ കേൾക്കുന്നത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ട്രെയിൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേഷനിൽ തന്നെ ഒരു സ്നാക്സ് കിട്ടുന്ന അധികം വലിയ കടകളൊന്നുമില്ല. നേരെ ട്രെയിനിൻ്റെ ഭാഗത്തോട്ട് പോവാം. പെയ്ഡ് വെയിറ്റിംഗ് റൂം ഉള്ളത് ഇവിടെയാണ്. ഈ ട്രെയിനിൽ ലേഡീസ് കോച്ച് ഉണ്ട്. പിന്നെ ഇവിടെ പകുതി അണ്ടർസേർഡും ബാക്കി RMS ആണ്. കാരണം ഇത് മെയിൽ സർവീസ് ആണല്ലോ. ഏറ്റവും മുന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ ലോക്കോമോട്ടീവ് ഏതാണെന്ന് ആദ്യം കാണണം. ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് WDP 4D ആണ്. അതങ്ങ് പുറത്താണ്. ഈ മുൻഭാഗത്തൊക്കെ അൺറിസേർവ്ഡ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ AC കോച്ചസ് ആയി. 12 സ്ലീപ്പർ ക്ലാസ് ഉണ്ട് ഇതിൽ. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് സ്ലീപ്പറിൽ S6. അത് ഏകദേശം നടുഭാഗത്തായിട്ട് വരും. ട്രെയിൻ നമ്പർ 16752. അതാണ് രാമേശ്വരം ചെന്നൈ എഗ്മോർ ബോട്ട് മെയിലിൻ്റെ നമ്പർ. മറ്റൊരു നമ്പറും കൂടി ഇവിടെ കാണുന്നില്ലേ, 22662. അത് രാമേശ്വരത്ത് നിന്ന് ചെന്നൈ എഗ്മോറിലേക്കുള്ള സേതു എക്സ്പ്രസിൻ്റെ നമ്പറാണ്. സേതു എക്സ്പ്രസ് ഇവിടുന്ന് രാത്രിക്കാണ്. അപ്പോൾ അതായിട്ടാണിത് റേക്ക് ഷെയറിങ്. ഇവിടെ മുഴുവനും സ്റ്റിക്കറുകളാണ്. മഹാകുംഭ്, ഇതിപ്പോൾ കുംഭമേളക്ക് ഓടിയൊരു കോച്ചാണ്. ഇതും അതിൻ്റെ അപ്പുറത്ത്, അതായത് S11 S10. ഇവിടെയൊക്കെ അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ കാണാം. ഈ കോച്ചിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. S6. ഇത് ഏത് വർഷമാണ് നിർമ്മിച്ചതെന്നും കൂടെ നോക്കാം. 2011. ആൾക്കാരൊക്കെ കയറി. 51 54 ആണ് നമ്മുടെ ബർത്ത് നമ്പറുകൾ. 2 അപ്പർ ബർത്താണ്. 51 ഇവിടെയുണ്ട്, 54 ഇവിടെയുണ്ട്. 2 അപ്പർ ബർത്ത്. കുഴപ്പമില്ല. ഈ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 3 ആഴ്ച മുന്നെയാണ് ഞങ്ങളിതിൽ ബുക്ക് ചെയ്തത്. ചെന്നൈ എഗ്മോറിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 375 രൂപയാണ്. അതുപോലെ തന്നെ ബോട്ട് മെയിൽ എക്സ്പ്രസിന്റെ ചരിത്രത്തിലേക്ക് വരുവാണെങ്കിൽ ഇത് ആദ്യമായി ഓടിത്തുടങ്ങിയത് 1880 സമയത്താണ്. അന്ന് ഈ വണ്ടി രാമേശ്വരത്തേക്കല്ല ഉണ്ടായത്, മദ്രാസിൽ നിന്ന് നേരെ തൂത്തുക്കുടിയിലേക്കാണ് ഉണ്ടായത്. ഒരു ഇന്ത്യ സിലോൺ എക്സ്പ്രസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം തൂത്തുക്കുടി വരെ സർവീസ് ചെയ്തതിനു ശേഷം അവിടുന്ന് ബോട്ട് വഴി നേരെ ആളുകളെ കൊളംബോയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. 250 കിലോമീറ്ററാണ് സമുദ്രം വഴി പോകാനുള്ളത്. എന്നാൽ 1914 നമ്മുടെ പാമ്പം പാലം ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. അതിനുശേഷം ആ തൂത്തുക്കുടി എന്നുള്ള ട്രെയിൻ നേരെ ധനുഷ്കോടിയിലേക്ക് മാറ്റി. അങ്ങനെ ധനുഷ്കോടി എക്സ്പ്രസ് എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ടായത്. തൂത്തുക്കുടിയിലേക്ക് പോയ വണ്ടിയാണ് പിന്നീട്, അതായത് ഇപ്പോൾ അത് പേൾ സിറ്റി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധനുഷ്കോടിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ധനുഷ്കോടി പീർ വരെ സർവീസ് ചെയ്ത ഈ വണ്ടി ഇവിടെ ഇറങ്ങിയ ശേഷം പിന്നെ ബോട്ടിൽ നേരെ യാത്രക്കാരെ നേരെ തലൈമന്നാർ പിയറിലേക്ക് പോകും. 250 കിലോമീറ്ററാണ് തൂത്തുക്കുടി വഴി ഉണ്ടായത്. പക്ഷേ ഈ തലൈമന്നാർ പിയറിലേക്ക് ഇവിടുന്ന് ധനുഷ്കോടിയിൽ നിന്ന് 35 കിലോമീറ്റർ അടുത്തേ വരുള്ളൂ. അങ്ങനെയാണ് സർവീസ് ആ ഒരു സമയത്തൊക്കെ നടത്തിക്കൊണ്ടുണ്ടായത്. എന്നാൽ 1964 സമയത്ത് ചുഴലിക്കാറ്റും പിന്നീട് എന്താ പറയുക ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട്
ധനുഷ്കോടിയിലേക്ക് മൊത്തം അങ്ങ് ഉപേക്ഷിച്ച് പോയാലോ, അങ്ങനെ ഒരു നഗരമായി മാറിയല്ലോ. പിന്നെ ഈ പറഞ്ഞ ട്രെയിൻ രാമേശ്വരത്ത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ട്രെയിൻ അങ്ങനെയാണ് ബോട്ടിൽ കയറി യാത്രക്കാർ പോകുന്നത് കൊണ്ടായിരിക്കാം ബോട്ട് മെയിൽ എന്ന് പറഞ്ഞൊരു പേര് വന്നത്. മാത്രമല്ല മെയിൽ എന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ ഇന്ത്യ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ഒരു തപാലിലെ ഒരു സിസ്റ്റം ഉണ്ട്. അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പേര്, ആ ഒരു പേരും കൂടെ വന്നത്. ട്രെയിനിന് പുറപ്പെടാൻ 10 മിനിറ്റും കൂടെ ഉള്ളൂ. 5:50 എടുക്കേണ്ട ട്രെയിൻ 5 മിനിറ്റ് ഡിലേ ആയിട്ടാണ് പുറപ്പെട്ടത്. നിലവിലിപ്പോൾ കേരളത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക് ഒരു ട്രെയിനും തന്നെ ഇല്ല. തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്കുള്ള അമൃത എക്സ്പ്രസ് ഇവിടത്തേക്ക് നീട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും നീട്ടിയിട്ടില്ല. ഇത് ഇവിടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരമായേനെ. അതുപോലെ തന്നെ മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ്സും കൂടെ വരുന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു അപ്ഡേറ്റും ഇല്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്തായാലും, പ്രത്യേകിച്ച് മംഗലാപുരം രാമേശ്വരം വണ്ടി വന്നാൽ. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനോട് വിടാം. ഇനി അടുത്ത സ്റ്റോപ്പ് പാമ്പൻ. രാമേശ്വരമൊക്കെ ഒരു ദ്വീപാണ്. ഈ ദ്വീപിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇനിയിപ്പോൾ പാമ്പൻ പാലം ക്രോസ് ചെയ്യണം. പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് പാമ്പൻ പാലം. പാമ്പൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള പാസഞ്ചറിൽ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ രാമനാഥപുരത്ത് വെച്ച് അത് യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ ഒരുപാട് വിഷമമുണ്ടായിരുന്നു ട്രെയിൻ വഴി പാമ്പൻ പാലത്തിലൂടെ കയറാത്തതിൽ. 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. 2021 ഞങ്ങൾ അവസാനമായിട്ട് യാത്ര ചെയ്തത്. അപ്പോൾ ഇനി എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് പാമ്പൻ പാലം. പാമ്പൻ പാലം ഇതാ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല കാറ്റുണ്ടാവേ. പഴയ പാലിതാ ഇവിടെയുണ്ട്. റോഡ് മുകളിലൂടെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിഫ്റ്റ് വെർട്ടിക്കൽ പാലമാണിത്. പഴയ പാലം നിർമ്മിച്ചത് 1914 പുതിയ പാലം 2025 ഏപ്രിലും. അവിടുന്ന് ഒരുപാട് പേര് ഈ ട്രെയിൻ പോകുന്ന കാഴ്ച പകർത്തുന്നുണ്ട്. മനോഹരമായിരിക്കുമല്ലോ. പാലം കഴിഞ്ഞ
6:20 ട്രെയിൻ ഇതാ മണ്ഡപം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല കാറ്റാണ് ഇവിടെ. മണ്ഡപത്തെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നമുക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റിപ്പോയി. രാമേശ്വരത്ത് തന്നെ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ച് കയറിയാൽ മതിയായിരുന്നു അല്ലേ? റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് എന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ചിരുന്നു, പക്ഷെ അവിടെ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇനിയിപ്പോ ട്രെയിനിൽ പാൻട്രി ഒന്നുമില്ല, പക്ഷെ മനാമധുരയിൽ എത്തുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങാനാണ് ഞങ്ങൾ കരുതുന്നത്. നോക്കാം നമുക്ക്. ഇതില് മനു ചപ്പാത്തിയൊക്കെ പോവായിരിക്കും. എനിക്കെന്തോ ഈ ട്രെയിനത്തെ ഫുഡ് ആയതുകൊണ്ട് കഴിക്കണോ വേണ്ടിയോന്ന് നോക്കാം നമുക്ക്. ഇരുട്ട് വന്ന് തുടങ്ങി. 6:47 ട്രെയിൻ ഇപ്പോൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. രാംനാട്. ഇവിടെ എന്തെങ്കിലും നമുക്ക് ഭക്ഷണം കിട്ടുമോ നോക്കാം. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. 2 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. രാമനാഥപുരം. ഇവിടെ നിന്നും ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ബർത്തിൻ്റെ അവിടെയുള്ള 2 മിഡിൽ ബർത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് കയറാനുള്ളത്. തിരക്കുള്ളൊരു സ്റ്റേഷൻ തന്നെയാണിത്. ട്രെയിൻ അങ്ങനെ പരമക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. – 7:25. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ഈ ട്രെയിനിൽ തന്നെ ഭക്ഷണമൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ സ്റ്റേഷനിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതിൽ തന്നെ വാങ്ങിച്ച് ഇഡ്ഡലിയും ചപ്പാത്തിയാണ് പോയിട്ടുണ്ടായിരുന്നത്. 2 സെറ്റ് ഇഡ്ഡലിയും, അതായത് 4 ഇഡ്ഡലിയും സാമ്പാറാണ്. ചട്നിയൊന്നും കാണുന്നില്ല. പിന്നെ ഇതാ ഒരു സെറ്റ് ചപ്പാത്തി കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ മേടിച്ചാണ്. കാരണം ഈ ഇഡലി കഴിച്ചിട്ട് എത്രത്തോളം ചില ഇഡലിയിൽ 2 എണ്ണമൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ 4 എണ്ണം ഉണ്ട്. ഇത് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. ചപ്പാത്തിക്കും 50 രൂപ തന്നെയാണ്, ഇഡലിക്കും 50 രൂപ തന്നെയാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നായ മനാമധുരൈ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുന്ന് 4 റൂട്ട് പോകുന്നുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ വന്ന രാമേശ്വരം, പിന്നെ ഒന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി പോകുന്ന കാരക്കുടി, തിരുച്ചിറപ്പള്ളി, പിന്നെ വരുന്നതൊന്ന് മധുരയിലേക്ക്, പിന്നെ അതുപോലെ തന്നെ വിരുദനഗർ. അങ്ങനെ 4 റൂട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ ഇഡ്ഡലി വട തന്നെയാണ്. ഇഡ്ഡലി വടയും ചപ്പാത്തി തന്നെയാണ്. പക്ഷെ ഫുഡ് ഇല്ല അല്ലേ, അത്ര പോരാ അല്ലേ നവി? കറി അധികം ഞങ്ങൾ യൂസ് ചെയ്തിട്ടാ. ഇഡ്ഡലി അങ്ങ് കഴിച്ചു. പിന്നെ നിങ്ങൾ ഇഡ്ഡലി കഴിക്കുന്നതുകൊണ്ട് പലരും വിചാരിക്കണ്ട, കാരണം ഈ തമിഴ്നാട്ടിലെ യാത്രക്കാരുടെ ഇഡ്ഡലിയൊക്കെ കിട്ടുള്ളൂ. രാത്രി കണ്ടാതാ ഇഡ്ഡലിയും ചപ്പാത്തി, അതായത് ചപ്പാത്തി ഞാൻ പറഞ്ഞേട്ടാ, ചപ്പാത്തി സമൂസയും വരും. 9:12 ട്രെയിൻ ഇതാ കാരക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരക്കുടി ജംഗ്ഷൻ. ഡ്രസ്സുകളിൽ നല്ല തിരക്ക് തന്നെയാണ്. കാരക്കുടിയിൽ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ കാരക്കുടിയൊക്കെ വരുന്നത് ചെട്ടിനാട് മേഖലയിലാണ്. അതായത് ഒരുപാട് ഫുഡൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഒരു ചെട്ടിനാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജംഗ്ഷൻ വരാൻ കാരണം 3 ലൈനുകൾ പോകുന്നുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ വന്ന മനാമധുര, ഇനി പോകുന്ന തിരുച്ചിറപ്പള്ളി, അതുപോലെ തന്നെ ഇവിടുന്ന് തിരുവാരൂരിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. നല്ല വീതിയുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് ഇവിടെ ഉള്ളത്. വെയിറ്റ്ലെസ് ടിക്കറ്റ് ഒന്നും ആ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറുന്നൊന്നുമില്ല. ജനറലൊക്കെ നല്ല തിരക്കാണ്. 9:49 ട്രെയിൻ ഇതാ പുതുക്കോട്ടൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. നല്ല കാറ്റുണ്ട്. ചൂടുണ്ടെന്നാലും പക്ഷെ ആ ഒരു കാറ്റ് വരുമ്പോൾ വേറെ തന്നെ ഒരു സുഖം. കറക്റ്റ് 9:50 ചെന്നൈ എഗ്മോർ കാരക്കുടി
പല്ലവൻ എക്സ്പ്രസ്. ഈ ട്രെയിനൊക്കെ തിരക്ക് ശരിക്കും ട്രിച്ച് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കാലി തന്നെയാണ്. വലിയ തിരക്കൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് ഇനി തിരുച്ചിറപ്പള്ളിയാണ്. 11 മണിയാവും അവിടെ എത്തുമ്പോൾ. അത് കഴിഞ്ഞ് വൃദ്ധാചലം വഴിയല്ല ഈ ട്രെയിൻ കടന്നു പോകുന്നത്, തഞ്ചാവൂർ മയിലാടുതുറ വഴിയാണ്. ഇനി നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ 6:08 ചെങ്കൽപ്പട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ തിരികെയാണ്. 1675 ராமேஸ்வரம் சென்னை எக்மோர் எக்ஸ்பிரஸ் இன்னும் சில நிமிடங்களில் நடைமேடை 4 இருந்து புறப்படும். यात्रीगण कृपया ध्यान दें, गाड़ी संख्या 1675 रामेश्वरम चेन्नई एग्मोर एक्सप्रेस प्लेटफॉर्म नंबर 4 से थोड़ी ही देर में रवाना होगी. ഇവിടെ ഇപ്പം മറ്റു ട്രെയിനുകളൊന്നും ഇല്ല. ഇവിടുന്നാണ് നമ്മുടെ ചെന്നൈയിലേക്കുള്ള ലോക്കൽ ട്രെയിനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെങ്കൽപ്പട്ടു ചെന്നൈ ബീച്ച് ലോക്കൽ ട്രെയിനാണിത്. ഇവിടുന്ന് തന്നെ ചെന്നൈയിലേക്ക് AC ലോക്കൽ ട്രെയിനൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് തന്നെ നമുക്കൊരു ലേക്ക് കാണാം. അതിൻ്റെ ആ ഒരു ഭാഗത്തൂടെ തന്നെ നമ്മൾ പോവും, കുറച്ച് അടുത്തൂടെ തന്നെ പോവും. ഇപ്പൊ എത്രയോ അടുത്തെത്തിയില്ലേ. അങ്ങ് പുറകിലായി മലനിരകൾ കാണാം. സൂര്യനൊന്നും ഇതുവരെ ഉദിച്ചിട്ടില്ല. ഇതൊരു നല്ല കാഴ്ച തന്നെയാണ്. ഈ ട്രെയിനിന്റെ റേക്ക് ഷെയറിംഗ് ഉള്ള സേതു എക്സ്പ്രസ് രാത്രി 8:50 രാമേശ്വരത്ത് നിന്ന് പുറപ്പെടുന്നത്. അത് ഈ ട്രെയിനിന്റെ തൊട്ട് മുന്നിലുണ്ട്. കാരണം അത് വൃദ്ധാചലം വഴിയാണ് പോകുന്നത്. നമ്മുടെ വണ്ടി കുറെ വളഞ്ഞിട്ടൊക്കെ ആണല്ലോ വരുന്നത്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മലബാറും മാവേലിയും പുറപ്പെടുന്നത് നോക്കിയാൽ മതി. നേരത്തെ എത്തുന്നത് എന്താ പറയാ, മാവേലിയാണല്ലോ. കാരണം ആദ്യം വിടുന്നത് മലബാർ. ചെന്നൈ AC ലോക്കലാണ് ഈ കാണുന്നത്. താമ്പരത്തിന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇത് താമ്പരം സന്ത്രകാച്ചി അന്ത്യോദയ എക്സ്പ്രസ് ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഈ ട്രെയിൻ നിർത്തിയ സമയത്ത് തന്നെ നല്ല സ്മെല്ലാണ് ടോയ്ലറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ. എന്തായിരിക്കുന്നു പിന്നെ പറയണ്ടല്ലോ. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിലൊക്കെ യാത്ര ചെയ്താൽ. ഇനി അടുത്ത സ്റ്റോപ്പ് മാമ്പലത്താണ്. കഴിഞ്ഞാൽ പിന്നെ ചെന്നൈക്ക് മാറാൻ.
7:03 ട്രെയിൻ ഇപ്പം മാമ്പലം റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ തന്നെയാണ് ടി നഗർ സ്ട്രീറ്റൊക്കെ ഉള്ളത്. ആൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഇറങ്ങി കഴിഞ്ഞ താമ്പരത്തും ഇവിടെ ആയിട്ടിതാ ഈ ഭാഗത്തേക്കാണ് ടി നഗറൊക്കെ വരുന്നത്. രാമേശ്വരത്ത് നിന്നും 665 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 7:20. ഇത് രാമേശ്വരം ചെന്നൈ എഗ്മോർ സേതു എക്സ്പ്രസ് ആണിത്. നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വന്നത്. നല്ലൊരു സർവീസ് തന്നെയായിരുന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഇവിടുത്തെ റെയിൽവേൻ്റെ ഡോർമെട്രീൻ്റെ ഭാഗത്തേക്കാണ്. ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആവണം. അതുണ്ടോ നോക്കാം. ഇല്ലേ പിന്നെ നേരെ സെൻട്രലിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഡോർമെട്രി കിട്ടി. ഫസ്റ്റ് ഫ്ലോറിലാണ് ഡോർമെട്രിയും റിട്ടയർ റൂമൊക്കെ വരുന്നത്. അവിടുത്തെ റിസപ്ഷനിൽ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ലിപ്പ് കിട്ടി. ഇനി ഇതും എടുത്തിട്ട് താഴെ പോയിട്ട് ക്യാഷ് അടക്കണം. എന്നിട്ട് ആ സ്ലിപ്പ് എടുത്തിട്ട് വീണ്ടും റിസപ്ഷനിൽ വരണം. എന്നാലാണ് ഡോർമെട്രീൻ്റെ കീ കിട്ടുക. നിലവിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗമൊക്കെ പൊളിച്ചിട്ടാണുള്ളത്. ഇവിടെ നവീകരണമാണ്. ഈ ഭാഗത്താണ് ക്യാഷ് കൗണ്ടർ. ഇവിടുന്നിപ്പം പൈസ അടച്ചതിന് ശേഷം ആ സ്ലിപ്പ് കിട്ടും. അതെടുത്തിട്ട് മുകളിലേക്ക് പോവാം. ഡോർമെട്രിയിലേക്ക് പോവുകയാണ്. 13ഉം 14ഉം ആണ് നമ്മുടെ ക്യാബിനുകൾ. 14 ഇതാ, 13 ഇവിടെ. സിംഗിൾ ബെഡാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ചാർജിങ് പോയിൻ്റൊക്കെ ഉള്ളത്. പിന്നെ നമുക്കിവിടെ ചെറിയൊരു റീഡിങ് ലൈറ്റ് ഉണ്ട്. ഡ്രസ്സൊക്കെ വെക്കാനുള്ള ചെറിയൊരു ഹുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വലിയ പ്രൈവസി ഒന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് കീ കിട്ടുന്നു. കീ ഒന്നും കിട്ടില്ല. പൂട്ടിയിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ തന്നെ കീ ഒക്കെ കൊണ്ടുവരണം. അത്ര നല്ല ഡോർമെട്രി ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആവണമെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ്. പ്രൈവസിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയാണ്. പിന്നെ ഇത് AC ഡോർമെട്രിയാണ്. ഡോർമെട്രി 12 മണിക്കൂർ സ്ലോട്ടിലാണ് ഞങ്ങൾ എടുത്തത്. ഒരാൾക്ക് 210 രൂപയാണ് ആയത്. രാവിലെ 7:30 എടുത്തു. രാത്രി 7:30 വരെ നമുക്ക് ആ ഒരു ഡോർമെട്രിയിൽ താമസിക്കാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു ജസ്റ്റ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ എടുക്കുക. പ്രൈവസി നോക്കി വരുന്നവരാണെങ്കിൽ ഇത് ഞങ്ങൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മെമ്പേഴ്സിനോട് ബൈ.